Follow അതെ മൈക്കൊന്ന് കട്ട് ചെയ്ത് ശ്രീത്ത് വിളിക്കണം. Hello dear students, welcome to the YouTube channel Universal Plus 2 NEET Entrance Oriented Revision Batch Vega. അതിൽ നമ്മൾ ഒരു വീക്കായി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൻ്റെ ഡിസ്കഷൻ നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമ്മളത് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ ഒന്ന് ഫിനിഷ് ചെയ്യും. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹലോ എവരി വൺ, വെൽക്കം ടു ദ ചാനൽ ഓഫ് യൂണിവേഴ്സൽ പ്ലസ് 2. ഹലീമ, ഹായ്, ഗുഡ് ഈവനിങ് എവരി വൺ. സോ ഓൾ ഓഫ് യു വെൽക്കം. നിങ്ങൾ ക്ലാസ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഇൻഫോം ചെയ്യുക. നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഒരു 1 or 2 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. വിൽ ബിഗിൻ ദ ക്ലാസ് നൗ. സോ ഹലോ എവരി വൺ. സോ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ജോയിൻ ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് വളരെ ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാം. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, കറണ്ട് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, പാർട്ട് 1 റീക്യാപ്പ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്താണ് ഇലക്ട്രിക് കറണ്ട്, ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്. അതുപോലെ തന്നെ ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജസ്, ഓംസ് ലോ, I is equal to V by R. Resistance, which is rho L by A, depends on physical dimensions and material. Resistivity, അതുപോലെ തന്നെ കണ്ടക്ടിവിറ്റി, കണ്ടക്റ്റൻസ് G is equal to sigma A by L. J is equal to current density is equal to sigma E. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ക്വിക്കായിട്ടൊന്ന് റീക്യാപ്പ് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് ഇന്നത്തെ അതിൻ്റെ റിമൈനിങ് ഭാഗങ്ങളിലേക്ക് കടക്കാം. സോ ക്ലാസ് ഫോളോ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറയാം. സോ മൂവിങ് ഓൺ, ഡ്രിഫ്റ്റ് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഇ ബൈ എം ഇൻറ്റു ടോ. അതിൻ്റെ വെക്റ്റർ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് സൈൻ ഉണ്ടാകും. അത് കഴിഞ്ഞ് കറണ്ട് ഇൻ ടേംസ് ഓഫ് ഡ്രിഫ്റ്റ് വെലോസിറ്റി I ഈസ് ഈക്വൽ ടു NAEVD. അവിടെ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് സിഗ്മ ഈസ് ഈക്വൽ ടു എം ബൈ എൻ ഇ സ്ക്വയർ ടോ. സിഗ്മ അല്ല, റോ. സിഗ്മ ഈസ് ഈക്വൽ ടു എൻ ഇ സ്ക്വയർ ടോ ബൈ എം. മൊബിലിറ്റി ഈസ് ഈക്വൽ ടു mobility is equal to E tau by M, electric drift velocity per unit electric field. അങ്ങനെ നമ്മൾ ആ ടോപ്പിക്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് പറഞ്ഞു. R is equal to R0 into 1 plus alpha delta T. ലിമിറ്റേഷൻസ് ഓഫ് ഓംസ് ലോ പറഞ്ഞു. അത് കഴിഞ്ഞ ശേഷം റെസിസ്റ്റേഴ്സിന്റെ സീരീസ് പാരലൽ കോമ്പിനേഷൻ R equal to R1 plus R2, വോൾട്ടേജ് ഡിവിഷൻ, കറണ്ട് ഡിവിഷൻ പോലുള്ള സാധനങ്ങൾ പറഞ്ഞു. സോ R is equal to R1 R2 by R1 plus R2 പോലെയുള്ള ടോപ്പിക്സ് പറഞ്ഞു. ഓക്കെ, സോ അത് കഴിഞ്ഞ ശേഷം നമ്മൾ സർക്യൂട്ടുകൾ ഒരുപാട് സോൾവ് ചെയ്തു. പവറിന്റെ ഇക്വേഷൻ പറഞ്ഞു, VI, അതുപോലെ തന്നെ I² R, അതുപോലെ തന്നെ V² by R, ഇങ്ങനെയുള്ള ഫോർമുലകൾ പറഞ്ഞു. സോ അതിനുശേഷം നമ്മൾ സർക്യൂട്ട് സോൾവിങ്ങിലേക്ക് കടന്നു. അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് ഓർമ്മയുണ്ടോ? ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയ പോയിന്റ് എന്തായിരുന്നു? നമ്മളൊരു സ്പെഷ്യൽ സർക്യൂട്ട് വരച്ച് അവിടെ സീരീസ് പാരലൽ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നും അത് സോൾവ് ചെയ്യണമെങ്കിൽ കിർച്ചോഫ് റൂൾ വേണമെന്നും പറഞ്ഞു. അവിടെയാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത്. ഓക്കെ, സോ
സ്വാഭാവികമായിട്ടും നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് കിർച്ചോഫ് റൂൾസ്. കിർച്ചോഫ് റൂൾസ് എന്ന് പറയുന്ന ഈ ടോപ്പിക് ഓക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടാകും. ഒരു റിലേറ്റീവ്ലി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നൗ എൻട്രൻസ് എക്സാംസിൽ കിർച്ചോഫ് റൂൾസ് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. ഓക്കെ, എൻട്രൻസ് എക്സാമിൽ കിർച്ചോഫ് റൂൾസ് പരമാവധി അവോയ്ഡ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത്. കാരണം അത് ഉപയോഗിച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടാണ്. എന്നാൽ കിർച്ചോഫ് റൂൾസ് അപ്ലൈ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കുന്ന ചില ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും, എന്നാൽ കാണുമ്പോൾ കിർച്ചോഫ് റൂൾസ് വേണമെന്ന് തോന്നുകയും എന്നാൽ ആക്ച്വൽ പ്രോബ്ലത്തിലേക്ക് കടക്കുമ്പോൾ കിർച്ചോഫ് റൂൾസ് വേണ്ട എന്ന് മനസ്സിലാകുകയും ചെയ്യുന്ന ടൈപ്പ് പ്രോബ്ലംസും ഉണ്ട്. നൗ കൂടുതൽ പറയുന്നതിന് മുന്നേ എന്താണ് കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ? രണ്ടെണ്ണമാണ് കിർച്ചോഫ് റൂൾസ്. കിർച്ചോഫ് ജംഗ്ഷൻ റൂൾ എന്ന് പറയുന്നത് algebraic sum of all currents at a junction is equal to 0. Sigma I at a junction is equal to 0. വരുന്ന കറണ്ടും പോകുന്ന കറണ്ടും എല്ലാം കൂടെ വരുന്നതിനെ പോസിറ്റീവായിട്ടും പോകുന്നതിനെ നെഗറ്റീവായിട്ടും പരിഗണിച്ച് എല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് യു ഗെറ്റ് ഈസ് 0. അതേസമയം കിർച്ചോഫ് വോൾട്ടേജ് റൂൾ, വോൾട്ടേജ് റൂൾ ആണ് എല്ലായ്പ്പോഴും നമുക്ക് ബുദ്ധിമുട്ടാവാറുള്ളത്. വോൾട്ടേജ് റൂള് once again sum of all potential differences over a closed loop. മറ്റേത് ജംഗ്ഷനിലാണെങ്കിൽ ഇത് ലൂപ്പ്. അതുകൊണ്ട് ജംഗ്ഷൻ റൂള് വോൾട്ടേജ് റൂളിനെ ലൂപ്പ് റൂൾ എന്നും പറയാറുണ്ട്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. അതായത് ജംഗ്ഷൻ റൂൾ ആൻഡ് ലൂപ്പ് റൂൾ. ഇതിനെ തന്നെയാണ് ജംഗ്ഷൻ റൂളിൽ തന്നെയാണ് കിർച്ചോഫ് കറണ്ട് റൂൾ എന്നും ലൂപ്പ് റൂളിനെ തന്നെയാണ് ലൂപ്പ് റൂളിനെ തന്നെയാണ് കിർച്ചോഫ് വോൾട്ടേജ് ലോ അല്ലെങ്കിൽ വോൾട്ടേജ് റൂൾ എന്നൊക്കെ പറയുന്നത്. മെഷ് റൂൾ എന്നും വിളിക്കാറുണ്ട്. So algebraic sum of all potential differences over a closed path is equal to 0. Now ഇതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് അറിയേണ്ടത് ജംഗ്ഷൻ റൂൾ ഈസ് ബേസ്ഡ് ഓൺ കൺസർവേഷൻ ഓഫ് ചാർജ്. കൺസർവേഷൻ ഓഫ് ചാർജ് ആണ് ജംഗ്ഷൻ റൂളിന്റെ അടിസ്ഥാനമെങ്കിൽ ലൂപ്പ് റൂളിന്റെ അടിസ്ഥാനം കൺസർവേഷൻ ഓഫ് എനർജി. Law of conservation of energy. Energy can neither be created nor be destroyed, can be converted from one form to another. ഇതാണ് ലൂപ്പ് റൂളിന്റെ അടിസ്ഥാനം. Now ഇതിൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം കിർച്ചോഫ് ലൂപ്പ് റൂളിനെയും ജംഗ്ഷൻ റൂൾ ഈസ് ഫൈൻ, ബട്ട് ലൂപ്പ് റൂളിനെ പരമാവധി ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. Now let's try a few questions. കിർച്ചോഫ് റൂൾസിൽ ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ മെറ്റീരിയൽ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ കിർച്ചോഫ് റൂളിന്റെ ആ സെക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണിത്. പക്ഷെ പലതിനും കിർച്ചോഫ് റൂൾസ് വേണമെന്നില്ല. നീറ്റ് 2023 അഥവാ ലാസ്റ്റ് ഇയർ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. If the galvanometer G does not show any deflection in the circuit shown, the value of R is given by. ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കുന്നില്ല എങ്കിൽ, ഗാൽവനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ കറണ്ട് 0. ഇവിടെ കറണ്ട് 0 എന്ന് പറഞ്ഞാൽ ഈ രണ്ട് പോയിന്റിലും ഒരേ പൊട്ടൻഷ്യൽ. ഇത് ഓൾറെഡി ഒരേ പൊട്ടൻഷ്യലാണ്. ഇവിടെ 2 വോൾട്ട്, അതിന്റെ അർത്ഥം ഇവിടെയും 2 വോൾട്ട്. ഓക്കെ, അത് 2 വോൾട്ട് ആണെങ്കിൽ നോക്കണേ, കറണ്ട് ദാ ഇതുവഴി ഇങ്ങനെ ഇങ്ങോട്ട് മാത്രമാണ് ഫ്ലോ ചെയ്യുന്നത്. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ദാ ഇങ്ങനെ മാത്രമാണ്. കാരണം ഗാൽവനോമീറ്റർ ഉള്ള സെഗ്മെന്റിലേക്ക് കറണ്ട് പോകുന്നില്ല. നിങ്ങൾ കാണുന്നില്ലേ, ഗാൽവനോമീറ്റർ ഉള്ളതാ ഈ സെഗ്മെന്റിലേക്ക് കറണ്ട് പോകുന്നില്ല. സോ അവിടെ കറണ്ട് ഇല്ല. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ഈ പറയുന്ന 10 വോൾട്ടും അതുപോലെ തന്നെ 400 ഓം R റെസിസ്റ്റർ ഒക്കെ കണക്ട് ചെയ്ത സ്ഥലമാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജിന്റെ 2 വോൾട്ട് കഴിഞ്ഞ് ബാക്കി 8 വോൾട്ട് ആണ് ഇവിടെ ഉണ്ടാവുക. ഓക്കെ, നൗ 400 ഓം 8 വോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് 400 ഓം 8 വോൾട്ട് എന്ന് പറഞ്ഞാൽ ദ കറണ്ട് ഈസ് ഈക്വൽ ടു 8/400 എന്ന് കിട്ടും. നൗ ആ കറണ്ട് തന്നെയാണ് ദാ ഇങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നത്. 8/400 എന്ന് പറയുന്ന അതേ കറണ്ട് തന്നെയാണ് അപ്പുറത്തെ സൈഡിലേക്കും ഫ്ലോ ചെയ്യുന്നത്. സോ അപ്പോൾ R ഈസ് ഈക്വൽ ടു V/I ഉപയോഗിച്ച് കഴിഞ്ഞാൽ 2 വോൾട്ട് ഡിവൈഡഡ് ബൈ കറണ്ട് എത്രയാ? ഇറ്റ്സ് 8/400. സോ ദിസ് ഈസ് ഈക്വൽ ടു 8/400 ഓം. ദാറ്റ് മീൻസ് R ഈസ് ഈക്വൽ ടു 400 into 8 എന്ന് പറയുമ്പോൾ സോറി, the unit is different. 2 volt voltage 2 divided by current 8/400. So this is 800 divided by 8, which is 100 ohm. Okay, so the correct answer is 100 ohm. ഇത് കിർച്ചോഫ് റൂൾസ് ഉപയോഗിക്കാതെയാണ് നമ്മൾ സോൾവ് ചെയ്തിട്ടുള്ളത്. കിർച്ചോഫ് റൂൾസ് ഉപയോഗിച്ചും നമുക്കിത് സോൾവ് ചെയ്യാവുന്നതാണ്. ബട്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓൾറെഡി. പരമാവധി കാർത്തിക് ആൻസർ പറഞ്ഞിട്ടുണ്ട് 100B. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി. പരമാവധി കിർച്ചോഫ് റൂൾസ് ഉപയോഗിക്കാതെയാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓക്കെ, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് നീറ്റ് 2020 ചോദിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ്. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, ഫോർ ദ സർക്യൂട്ട് ഷോൺ ബിലോ, ഗിവൺ ബിലോ, ദ കിർച്ചോഫ് ലൂപ്പ് റൂൾ ഫോർ ദ ലൂപ്പ് BCDEB
is given by the equation. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കിർച്ചോഫ് റൂൾസ് അങ്ങനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. യു ഷുഡ് നോ. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ കിർച്ചോഫ് ലൂപ്പ് റൂളിന്റെ ഇക്വേഷൻ എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, ഒന്നും സോൾവ് ചെയ്യാൻ പറഞ്ഞില്ല. സോ അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ ബിഗ് ഡീൽ, വലിയ കുഴപ്പമില്ല, നമുക്ക് ചെയ്യാൻ പറ്റും. ലെറ്റ് സി, ഈ കാണുന്ന ലൂപ്പ് ഏതാണ്? ബി എന്ന് സ്റ്റാർട്ട് ചെയ്ത് ബി സി ഡി ഇ ബി, ഈ ലൂപ്പാണ് നമുക്ക് വേണ്ടത്. ആ ലൂപ്പിലുള്ള ലൂപ്പ് റൂൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് ബി എന്ന പോയിന്റിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബി എന്ന പോയിന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ ഇതാ ഇങ്ങനെ ഇങ്ങോട്ടാണ് വരുന്നത്. സോ ബിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ബിയിൽ നിന്ന് നമ്മൾ റൈറ്റിലേക്ക് പോകുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷനിലാണ് നമ്മൾ പോകുന്നത്. സോ -I2 R2. ഓക്കെ, അത് കഴിഞ്ഞ് താഴേക്ക് സിയിൽ നിന്ന് ഡിയിലേക്ക് വരുമ്പോൾ -E2. അത് കഴിഞ്ഞ് ഡിയിൽ നിന്ന് ഇയിലേക്ക് വരുമ്പോൾ നോക്കടാ, സിയിൽ നിന്ന് ഡിയിലേക്ക് വരുന്നു, പിന്നെ ഡിയിൽ നിന്ന് ഇയിലേക്ക് വരുമ്പോൾ +E3. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മുകളിലേക്കാണ് പോകുന്നത്, ഇയിൽ നിന്ന് ബിയിലേക്ക്. അങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ വി ആർ ഗോയിങ് അഗെയിൻസ്റ്റ് കറണ്ട്. സോ +I3 R1. We have come back to the original position. So 0. Now ഇങ്ങനൊരു ചോയ്സ് അവിടെ ഉണ്ടോ എന്ന് നോക്കുക. ആദ്യം -I2 R2 സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷൻ എയും ഡിയും ഉണ്ട്. പക്ഷേ -I2 R2 കഴിഞ്ഞ് പിന്നെ +E2 ആണ്. സോ ഇത് രണ്ടുമല്ല. പിന്നെ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? ഈ കാണുന്ന സാധനത്തിനെ ജസ്റ്റ് ഒരു നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ I2 R2 +E2 -E3 -I3 R1 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ദാ യു ക്യാൻ സീ ദ റൈറ്റ് ആൻസർ ഹിയർ. ഏതാണ് കറക്റ്റ് ആൻസർ? ഏതാ? ദാ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കാണാൻ പറ്റും. +I2 R2 +E2 -E3 and -I3 R1. The right answer is option B. Okay, very good. Karthik answer പറഞ്ഞിട്ടുണ്ട്. Very good. Okay. So one more question. Kirchhoff rules apply ചെയ്യാൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമ്മൾ പറഞ്ഞു പരമാവധി അവോയ്ഡ് ചെയ്യലാണ്. സ്റ്റിൽ യു ഷുഡ് നോ ഹൗ ടു അപ്ലൈ ദിറ്റ്സ്. ഇവിടെ നോക്കിയേ, ഇതിൽ നമ്മൾ കിർച്ചോഫ് റൂളിന്റെ ലൂപ്പ് റൂൾ എഴുതിയെങ്കിലും ഒരിക്കലും നമ്മൾ അത് എന്ത് ചെയ്യുന്നില്ല, അത് ഉപയോഗിച്ച് പ്രോബ്ലം സോൾവ് ചെയ്യുന്നില്ല. ഓക്കെ, ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB ബിറ്റ്വീൻ പോയിന്റ്സ് A and B ഇൻ ദ ഗിവൻ ഫിഗർ. എയും ബിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് VA - VB കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സോ ദ കറണ്ട് ഈസ് 2 ആംപിയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ ചെയ്യേണ്ടത്, വി ആർ സ്റ്റാർട്ടിങ് ഫ്രം, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോവുക ചെയ്യാം. ഓക്കെ, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, എയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. സോ ശ്രദ്ധിക്കുകയും, സ്റ്റാർട്ടിങ് അറ്റ് പൊട്ടൻഷ്യൽ VA നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അവിടുന്ന് മുന്നോട്ട് പോകുമ്പോൾ 2 ആംപിയർ 2 ഓം എന്ന് പറഞ്ഞാൽ 4 വോൾട്ട് ഡിഫറൻസ് ഉണ്ടാകും. അത് കഴിഞ്ഞ് -3 ബാറ്ററിയുടെ പൊട്ടൻഷ്യൽ ഡിഫറൻസും 3 വോൾട്ട് നമ്മൾ ഹയറിന് ലോവറിലേക്ക് പോകുന്നു. വീണ്ടും 2 ആംപിയർ 1 ഓം എന്ന് പറയുമ്പോൾ സോ -2 ഈസ് ഈക്വൽ ടു VB. വി ഹാവ് റീച്ച്ഡ് VB. ഇനി നമുക്ക് വേണ്ടത് VA - VB ആണ്. സോ VB ഇങ്ങനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുക. ബാക്കിയുള്ള ഈ നമ്പറൊക്കെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 4 3 7 2 9. വി ഹാവ് ദ ആൻസർ 9 വോൾട്ട്. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ, വെരി ഗുഡ്. +9 വോൾട്ട് കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, സോ കിർച്ചോഫ് റൂൾസ് വൺസ് അഗെയിൻ ഞാൻ പറയുന്നു, പരമാവധി അവോയ്ഡ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. ബട്ട് ഇൻഎവിറ്റബിൾ ആയിട്ട് ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ വന്നേക്കാം. സോ യു ഷുഡ് നോ ഹൗ ടു വർക്ക് ദാറ്റ് ഔട്ട്. ഇത് NEET 2016 ക്വസ്റ്റ്യൻ ആണ്. സോ കിർച്ചോഫ് റൂൾസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കടക്കാൻ പോകുന്നത് സെൽ EMF ആൻഡ് ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സെക്ഷനിലേക്കാണ്. ഒരു സെല്ല്, നമ്മൾ കാണുന്ന ഒരു ഡ്രൈ സെല്ല്, സാധാരണ നമ്മൾ ക്ലോക്കിലൊക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, ആ ബാറ്ററിയുടെ ഏതാണ്ട് ഷേപ്പ് ഇങ്ങനെ ഉണ്ടാവും. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് നെഗറ്റീവ് ടെർമിനൽ. ഇതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൽ എഴുതി കാണും. എത്രയാണ് അതിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുക? ക്ലോക്കിന്റെ ബാറ്ററി ഒക്കെ നോക്കിയിട്ടുണ്ടോ നിങ്ങൾ? ക്ലോക്കിന്റെ ബാറ്ററി ഒക്കെ നോക്കിയിട്ടുണ്ടോ? പൊട്ടൻഷ്യൽ ഡിഫറൻസ് എത്ര ഉണ്ടാവുക? ഒന്ന് കമന്റ് ചെയ്തേ. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ബാറ്ററികളുടെ വോൾട്ടേജസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നോക്കട്ടെ. ഇതിന്റെ ബാറ്ററിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ടാവുക 1.5 വോൾട്ട് ബാറ്ററി, നമ്മൾ പറയാം 1.5 വോൾട്ട് ആണ് ഉണ്ടാവുക. നൗ നമ്മളൊരു വോൾട്ട് മീറ്റർ എടുത്ത് ദാ ഇതിന്റെ ടെർമിനൽസിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വി ഗെറ്റ് ഈസ് 1.5 വോൾട്ട്. 1.5 വോൾട്ട് ആണ് അതിന്റെ റീഡിങ് കാണിക്കുക. നൗ അതേ ബാറ്ററി നമ്മൾ ഒരു റെസിസ്റ്ററിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി കറണ്ട് ഫ്ലോ ചെയ്യും. ആ കറണ്ട് എത്ര ഫ്ലോ ചെയ്യുന്നുള്ള ഇറ്റ്സ് ഓക്കെ, ബട്ട് ദർ ഈസ് എ കറണ്ട്.
അങ്ങനെ കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ കാണുന്ന ബാറ്ററിയുടെ ടെർമിനൽസിന് അക്രോസ് ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാം. ആ വോൾട്ട് മീറ്റർ കാണിക്കുന്നത് ശ്രദ്ധിക്കണേ, ഇതും എത്ര തന്നെയാണ്, ഒരു 1.5 വോൾട്ട് ബാറ്ററി തന്നെയാണ്. സോ അപ്പോൾ കാണിക്കുന്ന വാല്യൂ, ദ മെഷർമെന്റ് ഈസ് ലെസ് ദാൻ 1.5 വോൾട്ട്. അതൊരു 1.5 വോൾട്ടിനേക്കാളും കുറവായിരിക്കും. എന്താണ് കാരണം? കറണ്ട് ഡ്രോ ചെയ്യുന്ന സമയത്ത് സെല്ലിന്റെ ടെർമിനൽസിന് അക്രോസ് കിട്ടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് അതിൽ നോട്ട് ചെയ്തിട്ടുള്ള വാല്യൂയെക്കാളും കുറവായിരിക്കും. ഈ നോട്ട് ചെയ്ത വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്. Now EMFന്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കെമിസ്ട്രി, ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ, ഇലക്ട്രോ കെമിക്കൽ സീരീസ്, അതിലെ റിഡക്ഷൻ പൊട്ടൻഷ്യൽസിലെ കാഥോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ മൈനസ് ആനോഡിന്റെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് EMF. സോ വാട്ട് ഈസ് എ സെൽ? സെൽ എന്നാൽ എന്താണ്? സെൽ ഈസ് ആൻ ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ്. സെൽ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോ കെമിസ്ട്രി ആണത്. ഇലക്ട്രോ കെമിക്കൽ, കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി കൺവേർട്ട് ചെയ്യുന്ന ഇലക്ട്രോ കെമിക്കൽ ഡിവൈസ് ആണ്, വിച്ച് ഗിവ്സ് എ കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽ എന്നാണ് പറയാം. ഒരു കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അത് പ്രൊവൈഡ് ചെയ്യണം. പക്ഷേ അത് കോൺസ്റ്റന്റ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് പ്രൊവൈഡ് ചെയ്യില്ല. സെല്ലിന്റെ ടെർമിനൽസിന് അക്രോസ് നമ്മൾ റെസിസ്റ്റർ ഒന്നും കണക്ട് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് എ ബാറ്ററി when there is no current drawn from it, no current drawn from it, കറണ്ട് ഒന്നും നമ്മൾ വലിക്കുന്നില്ല അല്ലെങ്കിൽ കണക്ഷൻ കൊടുത്തിട്ടില്ല, കറണ്ട് ഇല്ല എങ്കിൽ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ് EMF. ആ സമയത്തുള്ള വോൾട്ടേജ് ആണ് EMF. നൗ കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMFനേക്കാളും കുറവായിട്ട് കാണിക്കുന്നു? കറണ്ട് ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എന്തുകൊണ്ട് EMFനേക്കാളും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിട്ട് കാണിക്കുന്നു? അതിന്റെ കാരണമാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഒരു സെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത്, റെസിസ്റ്റൻസ്, ഒരു സെല്ല് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനകത്ത് ഇലക്ട്രോഡുകൾ ഉണ്ടാകും. ആനോഡ് ഉണ്ട്, കാഥോഡ് ഉണ്ട്. ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാകും, ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടാകും. അതുപോലെ തന്നെ കണക്ഷൻ കൊടുക്കുന്ന സോൾട്ട് ബ്രിഡ്ജ് ഉണ്ടാകും. ഈ വക സാധനങ്ങളൊന്നും ഒരിക്കലും പെർഫെക്റ്റ് കണ്ടക്ടേഴ്സ് അല്ല. ദേ ഓൾ ഹാവ് റെസിസ്റ്റൻസസ്. അതിന്റെ ഒരു ആകത്തുകയാണ് ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോ ഒരു സെല്ലിനെ റെപ്രസെന്റ് ചെയ്യാറുള്ളത് ഇങ്ങനെയാണ്. സെല്ലിനൊരു വോൾട്ടേജ് അഥവാ EMF ഉണ്ട്, കൂടെ അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ നമുക്ക് ഒരിക്കലും ഒഴിവാക്കാൻ സാധ്യമല്ല. അതാണ് EMF, അതാണ് കൂടെയുള്ള ഇന്റേണൽ റെസിസ്റ്റൻസ്. ചിലപ്പോ സെല്ലിനെ ഇങ്ങനെ മാത്രം എഴുതി കളയും, അവിടെ റെസിസ്റ്റൻസ് വരച്ചില്ലെങ്കിലും ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ് ആ സ്മോൾ r കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നൗ അങ്ങനെ ഒരു EMFും ഒരു സെല്ലിന്റെ റെസിസ്റ്റൻസും തന്നു കഴിഞ്ഞാൽ, EMF ഈ സെല്ലിലെ റെസിസ്റ്റൻസ് R, ഇന്റേണൽ റെസിസ്റ്റൻസ് R, അതിൽ നിന്നൊരു കറണ്ട് നമ്മൾ ഡ്രോ ചെയ്യുന്നുണ്ടെങ്കിൽ ദ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V ഈസ് ഈക്വൽ ടു E മൈനസ് IR. V എന്ന് പറയുന്നത് E മൈനസ് IR ആണ്. ഇതാണ് ഡിസ്ചാർജിങ്. കറണ്ട് ബാറ്ററിയിൽ നിന്ന് പുറത്തേക്കാണെങ്കിൽ, അതേസമയം ചാർജിങ് ആണെങ്കിൽ സെല്ലിന്റെ അകത്തേക്കാണ് കറണ്ട് വരുന്നതെങ്കിൽ the terminal potential difference is ഇതിന്റെ terminal potential difference V is equal to E plus IR. ഇതാണ് ചാർജിങ്ങിന്റെ കേസ്. സോ ഇത്രയും കാര്യങ്ങളാണ് സെല്ല്, EMF, ഇന്റേണൽ റെസിസ്റ്റൻസിൽ നമുക്ക് പറയാനുള്ളത്. സോ ലെറ്റ്സ് ട്രൈ സം ക്വസ്റ്റ്യൻസ്. അതിൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. A student measures the terminal potential difference V of a cell of EMF epsilon and internal resistance R as a function of the current I flowing through it. The slope and the intercept of the graph between V and I respectively equal to. ഒന്നും കൂടെ. Student measure the terminal potential difference between V of a cell EMF epsilon internal resistance R. So as a function of current I. So ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതി വെച്ച function of the current flowing through it, V is equal to epsilon EMF minus IR. ഇതാണ് ഈ കാണുന്ന വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഗ്രാഫാണ് നമുക്ക് വേണ്ടത്. സോ Y ഈക്വൽ ടു MX പ്ലസ് C എന്നതായിട്ട് കമ്പയർ ചെയ്താൽ, MX പ്ലസ് C എന്ന് കമ്പയർ ചെയ്താൽ V ഈസ് ഈക്വൽ ടു M എന്ന് പറയുന്നത് മൈനസ് R ഇൻറ്റു കറണ്ട് I പ്ലസ് ദ EMF. സോ ഗ്രാഫ് ഇതാ ഇങ്ങനെ വരും. വോൾട്ടേജ് വേഴ്സസ് കറണ്ട് ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ദ ഗ്രാഫ് വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെ വരും? നെഗറ്റീവ് സ്ലോപ്പ് വരും. ഏതാടാ ആൻസർ?
അതിൻ്റെ ഇൻ്റർസെപ്റ്റ് എപ്സിലോൺ ആണ്, അതിൻ്റെ സ്ലോപ്പ് മൈനസ് ആർ ആണ്. ഏതാ കറക്റ്റ് ആൻസർ? റൈറ്റ് ആൻസർ ഈസ്, so the slope and the intercept of the graph is minus r and epsilon. The right answer is option B. Very good. Okay. മറ്റൊരു ക്വസ്റ്റ്യൻ. ഇന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. അപ്പോൾ നമ്മൾ കിർച്ചോഫ് റൂൾസ് പറഞ്ഞു, സെല്ല് പറഞ്ഞു, ഇനി സെല്ലിൻ്റെ കോമ്പിനേഷൻ പറയണം. അത് കഴിഞ്ഞാൽ പിന്നെ പറയാനുള്ളത് വീറ്റ്സോൺ ബ്രിഡ്ജ്, മീറ്റർ ബ്രിഡ്ജ്, പൊട്ടൻഷ്യോമീറ്റർ ഇല്ല. സോ അതോടുകൂടി നമ്മളെ തിയറി ടോപ്പിക്സ് കഴിയുമ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ പരമാവധി ക്വസ്റ്റ്യൻസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. APMT 2006 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. Two cells having the same EMF are connected in series through an external resistance capital R. Cells have internal resistances R1 and R2, where R1 greater than R2 respectively. When the circuit is closed, the potential difference across the first cell is 0. The value of capital R is. ഒരു പ്രീവിയസ്, എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ ഐ ഗിവ് യു സം ടൈം, അതൊന്ന് വർക്കൗട്ട് ചെയ്തേ. ക്ലാസ് ഫോളോ ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഷെയർ ചെയ്യുക. ലൈവിൽ ജോയിൻ ചെയ്യുന്ന ആളുകളോട് ജോയിൻ ചെയ്യാൻ പറയാം. യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എൻട്രൻസ് ഓറിയൻറ്റഡ് റിവിഷൻ ക്ലാസ്സസിൻ്റെ നീറ്റ് വേഗ ബാച്ചിലാണ് നിങ്ങളുള്ളത്. സോ നമ്മൾ ഒരു 90 days കൊണ്ട് +1 +2 ടോപ്പിക്സിൻ്റെ എൻ്റയർ റിവിഷൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ബാക്കിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. സോ ക്വസ്റ്റ്യൻ്റെ ആൻസർ, കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണെന്ന് കാർത്തിക് പറയുന്നു. ലെറ്റ്സ് സീ. ഏതായാലും ഞാൻ സർക്യൂട്ട് എന്ന് വരയ്ക്കാം. ടു സെൽസ് ഹാവിംഗ് ദ സെയിം EMF ആർ കണക്റ്റഡ് ഇൻ സീരീസ്. സെയിം EMF ആർ കണക്റ്റഡ് ഇൻ സീരീസ്. രണ്ടിനും ഒരേ EMF ആണ്. ത്രൂ ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ആണ്. സെൽസ് ഹാവ് ഇന്റേണൽ റെസിസ്റ്റൻസസ് R1 ആൻഡ് R2. R1 ആണ് വലുത്, R1 greater than R2. Now when the circuit is closed, the potential difference across the first cell is 0. ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. ഇവിടെയുള്ള ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് 0 ആണ്. Now what is the current in the circuit? ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ what is the current in the circuit? I is equal to total EMF 2E ആണ്. ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് R1 പ്ലസ് R2. ഓക്കെ, ടോട്ടൽ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ R പ്ലസ് R1 പ്ലസ് R2. Now അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് എഴുതിയാലോ? ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഇക്വേഷൻ V is equal to E minus IR എന്നല്ലേ? Now 0 is equal to E minus what is I? 2E by capital R plus R1 plus R2 into അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് R1. സോ നമുക്ക് എന്ത് എഴുതാം? E is equal to 2ER1 by capital R plus R1 plus R2. നമുക്ക് അപ്പുറം ക്യാപിറ്റലി ക്യാൻസൽ ചെയ്യാം. ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ക്യാപിറ്റൽ R plus R1 plus R2 ഈസ് ഈക്വൽ ടു 2R1. സോ ഫൈനലി ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു, നമ്മളോട് ചോദിക്കുന്നത് ക്യാപിറ്റൽ R ആണ്. ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു 2R1 minus R1 minus R2 which is R1 minus R2. The correct answer is option A. Karthik പറഞ്ഞ ആൻസർ കറക്റ്റ് ആണ്. വെരി ഗുഡ്. സോ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക്, കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ഈ തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ സീരീസ് കോമ്പിനേഷൻ പറഞ്ഞു കഴിഞ്ഞു. രണ്ട് സെൽസ്, അതിന്റെ EMF E1 E2, ഇന്റേണൽ റെസിസ്റ്റൻസസ് R1 R2 ആണെങ്കിൽ E എഫക്റ്റീവ് ഈസ് E1 പ്ലസ് E2. രണ്ടും ഒരേ പൊളാരിറ്റിയിലാണ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിൽ R എഫക്റ്റീവ് ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഓക്കെ, നൗ ഇതാണ് രണ്ട് സെല്ലാണെന്നുണ്ടെങ്കിൽ N സെൽസ് ഉണ്ടെങ്കിൽ ഈ എഫക്റ്റീവ് എന്ത് ചെയ്യും? N സെല്ലുകൾ ഉണ്ടെങ്കിൽ ഈ എഫക്റ്റീവ് എന്ന് പറയുന്നത് E1 പ്ലസ് E2 പ്ലസ് എക്സെട്ര അപ് ടു En, ആൻഡ് R എഫക്റ്റീവ് ഈസ് R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര അപ് ടു Rn. ഐഡന്റിക്കൽ സെൽസ് ആണെങ്കിൽ അതാണ് നമുക്ക് പലപ്പോഴും ആവശ്യം വരുന്നത്. ഐഡന്റിക്കൽ സെൽസ് ആണെങ്കിൽ ഇറ്റ്സ് N ടൈംസ് E and R effective is N times R. ഓക്കെ, സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ് വളരെ ഈസിയാണ്, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് പറയാം. നൗ പാരലൽ കോമ്പിനേഷൻ ഓഫ് സെൽസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
സെല്ലിന്റെ EMF ഈ ഇന്റേണൽ റെസിസ്റ്റൻസ് E1 R1 ആൻഡ് E2 R2. ഓക്കെ, ഇങ്ങനെ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ E എഫക്റ്റീവ് R എഫക്റ്റീവ് എന്ന് പറയുന്നത് പാരലൽ ഉള്ളത് പോലെയാണ് R1 R2 by R1 plus R2. E എഫക്റ്റീവ് എന്നത് E1 R2 plus E2 R1 divided by R1 plus R2. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പാരലൽ സീരീസ് കോമ്പിനേഷനിലെ എഫക്റ്റീവ് ഇഎംഎഫിന്റെ ഇക്വേഷനിൽ എഫക്റ്റീവ് ഇഎംഎഫ് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫക്റ്റീവ് ഇഎംഎഫിന്റെ ഇക്വേഷനിൽ എവിടെയും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ പാരലൽ കോമ്പിനേഷനിൽ എഫക്റ്റീവ് ഇഎംഎഫിന്റെ ഇക്വേഷനിൽ ദാ നിങ്ങൾക്ക് റെസിസ്റ്റൻസസ് കാണാൻ പറ്റും. റെസിസ്റ്റൻസസ് ദാ E1 R1 R2 റെസിസ്റ്റൻസസ് ഈ എഫക്റ്റീവ് ഇഎംഎഫിന്റെ ഇക്വേഷനിൽ കാണാൻ പറ്റും. വി കനോട്ട് റിമൂവ് ദാറ്റ്. അത് നമുക്ക് ഒരിക്കലും റിമൂവ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, നൗ വാട്ട് ഇഫ് വി ഹാവ് n cells ഉണ്ടെങ്കിൽ ഫോർമുല E effective by R effective is E1 by R1 plus E2 by R2 etc. up to En by Rn, and 1 by R effective is equal to 1 by R1 plus 1 by R2 plus etc. up to 1 by Rn. Now അതിൽ n identical cells ആണെങ്കിൽ E effective is simply E. n cells identical ആയതാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ E effective E തന്നെയാണ്. R effective is R by n. പാരലൽ കോമ്പിനേഷൻ ഓഫ് റെസിസ്റ്റേഴ്സിൽ പറയുന്ന അതുപോലെ തന്നെ. ഓക്കെ, നൗ കോമ്പിനേഷൻ ഓഫ് സെൽസിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ചെയ്യും. നീറ്റ് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ച് ആൻസർ ചെയ്യുക. ഐ വിൽ ഗിവ് യു 30 seconds. ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. ഓക്കെ, ആൻസർ കിട്ടിയോ? ബാറ്ററി കൺസിസ്റ്റ് ഓഫ്, നൗ ശ്രദ്ധിച്ചേ, ഈ ബാറ്ററി കൺസിസ്റ്റ് ഓഫ് വേരിയബിൾ നമ്പർ n. ആൻസർ കാർത്തിക് C എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സി. ഐഡന്റിക്കൽ സെൽസ്. നൗ ബാറ്ററി എന്ന് നമ്മളിപ്പോൾ സാധാരണ ഒരു സിംഗിൾ സെല്ലിനെ ബാറ്ററി എന്ന് പറയാറുണ്ട്. ക്ലോക്കിലെ ബാറ്ററി നമ്മൾ പറയാം. നൗ ആക്ച്വലി സെല്ലിന്റെ ഒരു ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ബാറ്ററി. സോ anyway, battery consists of variable number n of identical cells having internal resistance R each, which are connected in series. Okay, the terminals of the battery are short circuited. So എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് സീരീസ് ആയിട്ട് ഇതാ ഇങ്ങനെ കുറേ എണ്ണം കണക്ട് ചെയ്ത് n ഉണ്ട്, ഇതിന്റെ ടെർമിനൽസ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ അങ്ങ് കണക്ട് ചെയ്തു. ഓക്കെ, എല്ലാവരും ഒരുപാട് പേര് ആൻസർ C എന്ന് പറയുന്നുണ്ട്. ലെറ്റ്സ് സി. which are connected in series. Now ഇങ്ങനെ കണക്ട് ചെയ്തതിനു ശേഷം the terminals of the battery are short circuit and the current I is measured. ഇങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തപ്പോൾ കറണ്ട് I മെഷർ ചെയ്തു. which of the graphs shows the correct relationship between I and n? ഐയും n തമ്മിലുള്ള കറക്റ്റ് റിലേഷൻഷിപ്പ് ആണ് നമുക്ക് വേണ്ടത്. സോ I is equal to effective EMF NE, effective resistance, internal resistance R കുറയാണല്ലേ. സോ അതിന്റെ internal resistance NR എന്നാണ് വരിക. So it's NR. So I is equal to E by R. Now ശ്രദ്ധിച്ചേ, I എന്നതിന്റെ ഇക്വേഷനിൽ എത്ര സെല്ലാണ് എന്നുള്ള n ഉണ്ടോ which is independent of n. എന്ന് വെച്ചാൽ n-നനുസരിച്ച് യാതൊരു വ്യത്യാസവും I-ൽ ഉണ്ടാവില്ല. I-ന്റെ വാല്യൂ E by R ആണ്, which means I is a constant with respect to n. n-നനുസരിച്ച് I ഒരു കോൺസ്റ്റന്റ് ആണ്. സോ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഇവിടെ കോൺസ്റ്റന്റ് അല്ല, ഇവിടെ I ഇൻക്രീസ് ചെയ്യുന്നു, ഇവിടെയും I ഇൻക്രീസ് ചെയ്യുന്നു. ഇതാണ് കോൺസ്റ്റന്റ്. The right answer is option C. Very good. Moving on to the next question. Last year NEET 2023 ക്വസ്റ്റ്യൻ ആണ്. The magnitude and direction of the current in the following circuit. ഈ സർക്യൂട്ടിലെ കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും വേണം. വേഗം ചെയ്തോളൂ.
സൗദിയ ആൻസർ പറയുന്നുണ്ട് എ എന്ന് പറയുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്. സോ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ രണ്ട് സെല്ല്, ഇത് അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണെങ്കിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം, വേണ്ടെങ്കിൽ വെറും റെസിസ്റ്റർ ആയിട്ട് എടുക്കാം. അവിടെ 10 വോൾട്ടും 5 വോൾട്ടും കണക്ട് ചെയ്തിരിക്കുന്നതിന്റെ പൊളാരിറ്റി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? പ്ലസും കൂടെ ഒന്നിച്ചു വരുന്ന രീതിയിലാണ്. സോ ഈ എഫക്റ്റീവ് is equal to 10 minus 5 which is 5 and effective resistance internal external ഒക്കെ കൂട്ടിക്കഴിഞ്ഞാൽ 2 plus 1 plus 7 which is 10. So the I is equal to 5 volt divided by 10 ohm which is 0.5 ampere. 0.5 ampere എന്ന് പറയുന്ന ഒരു ആൻസറേ ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൽ കൂടുതലൊന്നും നോക്കണ്ട. ഫ്രം എ ടു ബി ത്രൂ ഇ, എയിൽ നിന്ന് ബിയിലേക്ക് ത്രൂ ഇ ആണ്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ആ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ കറണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ടാണ് കറണ്ട് ഫ്ലോ ത്രൂ ഈ എയിൽ നിന്ന് ബിയിലേക്ക്. താഴെക്കൂടി അല്ല, പകരം നേരെയാണ് പോകുന്നത്. കാരണം അവിടെ ഏത് ബാറ്ററി അനുസരിച്ചിരിക്കും, ഇതാ ക്ലീൻ ചെയ്ത് ഞാൻ കാണിക്കാം. ഇതിൽ ഏത് ബാറ്ററിയാണ് ഡോമിനേറ്റ് ചെയ്യുക? 10 വോൾട്ട് അല്ലേ വലുത്, അപ്പൊ അവിടെ നിന്ന് കറണ്ട് പുറത്തു വരുന്ന രീതിയിൽ ഇതാ ഇങ്ങനെയാണ് കറണ്ട് ഉണ്ടാവുക. ഓക്കെ, so the correct answer is option A. Very good. Now combination of cells നമ്മൾ കഴിഞ്ഞു. Wheatstone bridge കഴിഞ്ഞ ദിവസം തന്നെ അൺബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിനെ പറ്റി ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. NCERT ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഫിഗർ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ സെല്ലുണ്ട്, സെല്ലിന്റെ EMF ഇറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അതിന്റെ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, കിർച്ചോഫ് റൂൾ ആവശ്യമായി വരുന്ന ഏറ്റവും ചെറിയ സർക്യൂട്ട് എന്ന് പറയുന്നത് ബേസിക്കലി വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്, അൺബാലൻസ്ഡ്. നൗ ഈ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ, ഇഫ് ദ ഗാൽവനോമീറ്റർ കറണ്ട് ഈസ് 0, ദെൻ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും ദ റേഷ്യോ R2, R4, R1, R3. അത് ഇങ്ങനെ മോളിൽ നിന്ന്, അതായത് R2 by R1 ഈക്വൽ ടു R2 by R1 ഈസ് ഈക്വൽ ടു R4 by R3 എന്നോ, തിരിച്ച് R1 by R2 ഈസ് ഈക്വൽ ടു R3 by R4 എന്നൊക്കെ എടുക്കാം. Now ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ ഈ പറയുന്ന റെസിസ്റ്റൻസ് റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യും എന്നതിന്റെ കൂടെ, ഇഫ് തിരിച്ച് R1 by R2 is equal to R3 by R4 ആണെങ്കിൽ, then IG is equal to 0. ഗാൽവനോമീറ്റർ കൂടെ കറണ്ട് ഉണ്ടാവില്ല. സോ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ റെസിസ്റ്റൻസ് റേഷ്യോ ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്യും. റെസിസ്റ്റൻസ് റേഷ്യോ ബാലൻസ്ഡ് ആണെങ്കിൽ ഗാൽവനോമീറ്റർ കറണ്ട് 0 ആയിരിക്കും. നൗ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. നൗ ഇതിൽ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് പറയാനുള്ളത്, ഈ കാണുന്ന ഗാൽവനോമീറ്ററും സെല്ലും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഗാൽവനോമീറ്റർ കണക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഇതാ ഞാൻ ഫിഗർ വരച്ചു തരാം. അതായത് ഇപ്പൊ നമ്മളെ ഫിഗർ ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇവിടെ ഗാൽവനോമീറ്ററിന്റെ സ്ഥാനത്ത് സെല്ല് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഗാൽവനോമീറ്ററും വന്നാൽ, ഇങ്ങനെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ദ ബാലൻസിങ് കണ്ടീഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ R1 R2 by R1 plus R2 ബാലൻസിങ് കണ്ടീഷൻ റിമെയിൻസ് ദ സെയിം. ബാലൻസിങ് കണ്ടീഷന് യാതൊരു മാറ്റവും ഉണ്ടാവില്ല. സോ ഇത്രയൊക്കെയാണ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിൽ അറിയേണ്ടത്. അപ്പൊ ഇപ്പോഴും ഇനി എന്തുകൊണ്ടാണ് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്നതിൽ നമുക്ക് ഇത്ര സന്തോഷം? ഗാൽവനോമീറ്റർ ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് എന്താ മെച്ചം? ഗാൽവനോമീറ്റർ കറണ്ട് 0 ആണെങ്കിൽ അങ്ങനെ ഒരു ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു സെഗ്മെന്റ് അവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇറ്റ് ഡസന്റ് മാറ്റർ. അവിടെ കണക്ട് ചെയ്താലും കറണ്ട് പാസ് ചെയ്യില്ല, കണക്ട് ചെയ്തില്ലെങ്കിലും കറണ്ട് പാസ് ചെയ്യില്ല. സോ ദാറ്റ് മീൻസ് യു ക്യാൻ റിമൂവ് ദാറ്റ് സെഗ്മെന്റ്. അങ്ങനെ സെഗ്മെന്റ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് പാരലൽ കോമ്പിനേഷന്റെ ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റും. അൺബാലൻസ്ഡ് ആണെങ്കിൽ ആ സെഗ്മെന്റ് റിമൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ കിർച്ചോഫ് റൂൾസ് വേണ്ടി വരും. സോ എപ്പോഴായാലും ഒരു സർക്യൂട്ടിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്ന കാര്യം അത് ബാലൻസ്ഡ് ആണോ എന്നുള്ളതാണ്. ബാലൻസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇറ്റ്സ് വെരി ഈസി. ബാലൻസ്ഡ് അല്ലെങ്കിൽ വേഗം നെക്സ്റ്റ് ക്വസ്റ്റ്യൻക്ക് പോവാം, അത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, ഒന്നും കൂടെ, ബാലൻസ്ഡ് ആണെങ്കിൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്, നമുക്ക് സീരീസ് പാരലൽ കോമ്പിനേഷൻ ആയിട്ട് അതിന് എടുക്കാം. ബാലൻസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് വെച്ച് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നിൽക്കരുത്. എക്സാമിന്റെ സമയത്ത് വേഗം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാ. ദാറ്റ്സ് ദ ബെസ്റ്റ് സ്ട്രാറ്റജി. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഒരു ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ആണ് മീറ്റർ ബ്രിഡ്ജ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും,
നമ്മൾ രണ്ട് സ്കൂളിൽ ലാബിൽ എക്സ്പെരിമെൻ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു മീറ്റർ ലെങ്ത് ഉള്ള ഒരു പലകയാണ്, ഒരു പ്ലാങ്ക് ആണ് നമുക്ക് തരിക. അതിലിങ്ങനെ എൽ ഷേപ്പുള്ള കണ്ടക്ടേഴ്സ് അലുമിനിയത്തിന്റെ സ്ട്രിപ്പുകൾ വെച്ചിട്ടുണ്ടാകും. അതിൽ റെസിസ്റ്ററുകൾ R ഉണ്ട്, അതുപോലെ തന്നെ S ഉണ്ട്. താഴെ നമ്മൾ ഗാൽവനോമീറ്റർ ഉപയോഗിച്ച് ഈ കാണുന്ന റെസിസ്റ്റീവ് വയറിനെ നമ്മൾ ജോക്കി ഒരു പോയിന്റർ വെച്ച് ഒരു സ്ഥലത്ത് കട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ ഗാൽവനോമീറ്റർ കറണ്ട് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ എഴുതാവുന്ന കാര്യം ബാലൻസിങ് കണ്ടീഷൻ എടുക്കാം. അതായത് R by rho L by A, ഇതാണ് താഴത്തെ റെസിസ്റ്റൻസ്, ഈസ് ഈക്വൽ ടു അപ്പുറത്തെ S ഡിവൈഡഡ് ബൈ rho into 100 minus L by A. Now ഇതിൽ rho by A അപ്പുറം ക്യാൻസൽ ആവും. That means we are left with R by L is equal to S by 100 minus L. ആ എല്ലിനെയാണ് ബാലൻസിങ് ലെങ്ത് എന്ന് വിളിക്കുക. നൗ ഇപ്പൊ S ആണ് അൺനൗൺ, അല്ലെങ്കിൽ R ആണ് അൺനൗൺ റെസിസ്റ്റൻസ്. S സ്റ്റാൻഡേർഡ് റെസിസ്റ്റൻസ് എന്നുള്ള അർത്ഥത്തിലാണ്. R ആണ് അൺനൗൺ റെസിസ്റ്റൻസ് എങ്കിൽ R is equal to S into L by 100 minus L. വൺസ് അഗെയിൻ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യരുതെന്നാണ് ഞാൻ സ്റ്റുഡൻസിന് അടുത്ത് പറയാനുള്ളത്. കാരണം ഈ ആറിന്റെ എസിന്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇക്വേഷൻസ് നേരെ തിരിഞ്ഞു വരും. സോ മനസ്സിലാക്കുക, R1 by R2 equal to R3 by R4. That's it. Okay, moving on to questions. ഇതോടെ നമ്മൾ തിയറി ടോപ്പിക്സ് ഫിനിഷ് ആകുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഇതിൽ മീറ്റർ ബ്രിഡ്ജിൽ എനിക്ക് ഒരു പോയിന്റും കൂടെ കൂട്ടിച്ചേർക്കാനുള്ളത്, ചില ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ എക്സാമിന് വൈവക്കൊക്കെ ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തിനാണ് ഈ പറയുന്ന സ്ട്രിപ്പൊക്കെ ഇത്ര കട്ടിയും കനമുള്ള നല്ല തിക്കായിട്ടുള്ള അലുമിനിയം സ്ട്രിപ്സ് ആണ് മീറ്റർ ബ്രിഡ്ജിന്റെ പലകയിൽ കണക്ട് ചെയ്തിട്ടുണ്ടാവുക? വൈ? നിങ്ങൾക്ക് അതിന്റെ ആൻസർ അറിയോ? മീറ്റർ ബ്രിഡ്ജിൽ ഇത്ര തിക്കായിട്ടുള്ള അലുമിനിയം സ്ട്രിപ്പുകൾ കണക്ട് ചെയ്യാനുള്ള കാരണം എന്താണ്? നിങ്ങൾ സ്കൂളിൽ ലാബിൽ നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്തോ? എന്താണ് അതിന്റെ കാരണം? ടീച്ചേഴ്സ് പറഞ്ഞു തന്നിരുന്നോ? If you know the answer, please type in the comments. ഇതിനൊരു കൃത്യമായ കാരണമുണ്ട്. ഞാനത് ആ ഒരു പോയിന്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യാനുള്ള കാരണം, അവസാനം നീറ്റിന്റെ സിലബസിൽ എക്സ്പെരിമെന്റൽ സ്കിൽസ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ വന്നതുകൊണ്ട് ആ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങനെയൊക്കെ ചോദിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, എന്തിനാണ് അങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ളത്? എനിവൺ? അതും കൂടെ പറഞ്ഞ് നമ്മൾ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കും. റേറ്റ് ഓഫ് ക്രോസ് സെക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ, റേറ്റ് ഓഫ് ക്രോസ് സെക്ഷനോ ലാബിൽ ചെയ്തിട്ടില്ല. ഓക്കെ ഫൈൻ. സി, ഇവിടെ കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലാബിൽ ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ട്. കൺസെപ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു മീറ്റർ ബ്രിഡ്ജിനെ 4 റെസിസ്റ്ററുകളായിട്ട് മുറിക്കുകയാണ്. ഇപ്പൊ ഇതൊരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇവിടെ ഒരു റെസിസ്റ്റർ, ഇങ്ങനെ 4 പീസസ് ആക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പറയുന്ന നമ്മുടെ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിലെ ഈ 4 റെസിസ്റ്റേഴ്സ് ആയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നൗ റിമൈനിങ് ഭാഗം ഐഡിയലി ഈ കാണുന്ന കണക്റ്റിംഗ് വയേഴ്സിന്, നമ്മൾ ഈ പറയുന്ന കണക്റ്റിംഗ് വയേഴ്സിന് എന്തുണ്ടാവാൻ പാടില്ല? ഈ കണക്റ്റിംഗ് വയേഴ്സിന് റെസിസ്റ്റൻസ് ഉണ്ടാവാൻ പാടില്ല. സോ നമ്മളെ ഒരു എക്സ്പെരിമെന്റൽ റിസൾട്ടിൽ ഇതാ ഈ ഭാഗങ്ങളൊക്കെ കണക്റ്റിംഗ് വയേഴ്സിന് ഐഡിയൽ അല്ലല്ലോ, കണക്റ്റിംഗ് വയേഴ്സിന് റെസിസ്റ്റൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് പരമാവധി റെഡ്യൂസ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. ഓക്കെ, ഈ കാണുന്ന കണക്റ്റിംഗ് വയേഴ്സിന്റെ റെസിസ്റ്റൻസസ് പരമാവധി റെഡ്യൂസ് ചെയ്യലാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ ഭാഗമായി വരുന്ന ഈ ഭാഗങ്ങൾ, ഇതൊക്കെ ബ്രിഡ്ജിന്റെ ഭാഗമായിട്ടുള്ള കണക്ഷൻസ് ആണ്. ആ കണക്ഷൻസിലൊക്കെ പരമാവധി റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്തില്ലേ നമുക്ക് കിട്ടുന്ന റിസൾട്ട് ആക്യുറേറ്റ് ആവുള്ളൂ. റിസൾട്ട് കിട്ടും, ആക്യുറേറ്റ് ആവുള്ളൂ. പരമാവധി ആക്യുറസി ഉണ്ടാക്കാനാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നൗ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജുമായി കണക്ട് ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ മീറ്റർ ബ്രിഡ്ജുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, a Wheatstone bridge is used to determine the value of an unknown resistance X by adjusting the variable resistance Y as shown in the figure for the most precise measurement. So the precise measurement of X, the resistance P and Q. Answer അറിയോ അതിന്റെ? നീറ്റ് 2022 ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു എക്സ്പെരിമെന്റൽ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇഫ് യു നോ ദ ആൻസർ പ്ലീസ് കമന്റ്.
ജസ്ല ആൻസർ എ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ, options should be approximately equal and or small, should be very large and unequal, do not play any significant role, should be approximately equal to 2x. ആൻസർ കാർത്തിക് പറയുന്നുണ്ട് ആൻസർ ഓപ്ഷൻ എ ആണെന്ന്. നൗ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. എന്തുകൊണ്ട്? ഞാൻ നിങ്ങൾക്ക് ഒരു സാമ്പിൾ തരാം. ഇതിപ്പോ വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്, നമുക്ക് എന്തു ആവാം, മീറ്റർ ബ്രിഡ്ജും ആവാം. ഐ വിൽ ഗിവ് യു എ സാമ്പിൾ. നമ്മൾ ഇപ്പോൾ R അതുപോലെ തന്നെ എക്സ്, R ഈസ് ഈക്വൽ ലെറ്റ്സ് സേ 100 ohm and x is equal to ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദ ബാലൻസിങ് ലെങ്ത് ഈസ് 2 സെന്റിമീറ്റർ. ബാലൻസിങ് ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കും. ബാലൻസിങ് ലെങ്ത് 2 സെന്റിമീറ്റർ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കും. ഫൈൻഡ് എക്സ്. ഇത് മീറ്റർ ബ്രിഡ്ജ് ആണ് കേട്ടോ. വളരെ പെട്ടെന്ന് ആൻസർ കിട്ടും. മീറ്റർ ബ്രിഡ്ജ് ആണ്. എന്താ ആൻസർ വരിക? എന്താ ആൻസർ വരിക? എക്സ് ഇസ് ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞ പോലത്തെ റിസൾട്ട് എടുത്താൽ മതി. അതായത് R ഇൻറ്റു 100 മൈനസ് L ഡിവൈഡഡ് ബൈ L. ഓക്കെ, സോ ദിസ് ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 100 മൈനസ് L എന്ന് പറഞ്ഞാൽ 98 ഡിവൈഡഡ് ബൈ 2 വിച്ച് ഈസ് 4900 ohm എന്ന് കിട്ടും. ഓക്കെ, നൗ ഇവിടെ ഉള്ള ചെറിയൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത്, ബാലൻസിങ് ലെങ്ത് 2 സെന്റിമീറ്റർ എന്ന് പറയുന്നത്, ഈ കാണുന്ന, ഞാൻ ഒന്ന് ക്ലീൻ ചെയ്യാം, ബാലൻസിങ് ലെങ്ത് 2 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു അറ്റത്തുനിന്ന് നമ്മൾ ഇങ്ങനെ റൈറ്റിലേക്ക് പോയിട്ട് അതിന്റെ ഇടയിൽ ഒരു സ്ഥലത്താണ് നമ്മൾ എന്ത് കണ്ടുപിടിക്കേണ്ടത്, ബാലൻസിങ് ലെങ്ത് കണ്ടുപിടിക്കേണ്ടത്, അതായത് ഗാൽവനോമീറ്റർ കറണ്ട് 0 ആവുന്നത്. പക്ഷെ അത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ബാലൻസിങ് ലെങ്ത് കിട്ടും. ഓക്കെ, പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഗാൽവനോമീറ്റർ ഫുൾ ടൈം റൈറ്റ് എക്സ്ട്രീം ആവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നീക്കി കൊണ്ടുവരുമ്പോൾ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് പോവാണ്ട്. പക്ഷെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മൾ നീക്കാൻ തുടങ്ങുമ്പോഴേക്ക് ഇത് ഇവിടെ എത്തും. 2 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ ആയിരിക്കും ബാലൻസ് ലെങ്ത് വരിക. സോ അങ്ങനെ വരുമ്പോൾ 0-യിലൂടെ ഗാൽവനോമീറ്ററിന്റെ നീഡിൽ 0-യിലൂടെ പാസ് ചെയ്യുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ടോ. നമുക്കിങ്ങനെ വളരെ പതുക്കെ നീഡിൽ ഇങ്ങനെ പതുക്കെ 0-യിലൂടെ പാസ് ചെയ്ത് പോവാണ് വേണ്ടത്. ദാറ്റ്സ് ബെസ്റ്റ് ഫോർ മെഷറിംഗ് അല്ലെങ്കിൽ ഫൈൻഡിങ് ദ ആക്ച്വൽ ബാലൻസ് ലെങ്ത്. അപ്പോൾ 0-യിൽ കറക്റ്റ് കിട്ടുന്ന സമയം കിട്ടും, അല്ലെങ്കിൽ ആ പൊസിഷൻ നമുക്ക് മനസ്സിലാവും. മറ്റേത് നമ്മൾ 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ ആകുമ്പോഴേക്ക് ഇപ്പുറത്തും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കറക്റ്റ് ഏതാണ് 0 എന്നുള്ള പോയിന്റ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാകും. അപ്പോൾ what we need is a balancing length which is approximately 50. ബാലൻസ് ലെങ്ത് ഏതാണ്ട് 50ന്റെ അടുത്ത് വരണം. അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന നമ്മുടെ എക്സിന്റെയും ആറിന്റെയും വാല്യൂസ് കമ്പയറബിൾ ആവണം, ഏതാണ്ട് അടുത്തടുത്തുള്ള വാല്യൂസ് വരണം. അതാണ് ഷുഡ് ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഏതാണ്ട് അടുത്തടുത്ത് വരണം. നൗ അടുത്തടുത്ത് വരാൻ നമുക്ക് എക്സിന്റെ വാല്യൂ അറിയില്ലല്ലോ, അതിനാണ് നമ്മൾ ഇങ്ങനൊരു സ്റ്റെപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, ഞാൻ ആറിന്റെ വാല്യൂ 100 എടുത്ത് സോൾവ് ചെയ്തപ്പോൾ എക്സ് എത്രയാണെന്ന് കിട്ടി? ഒരു 4900 എന്ന് വെച്ചാൽ 5000 ഓമിന്റെ അടുത്താണ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എനിക്ക് എന്ത് ചെയ്യാം? ആറിന്റെ വാല്യൂ ഞാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ചെയ്യുന്നു. ആറിന്റെ വാല്യൂ 5000 ഓം എടുക്കുന്നു. അങ്ങനെ എനിക്കൊരു ബാലൻസിങ് ലെങ്ത് ഒരു 48 സെന്റിമീറ്റർ എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ച് ഞാൻ വീണ്ടും സോൾവ് ചെയ്യുമ്പോൾ എക്സിന്റെ വാല്യൂ കിട്ടുക 5000 ഇൻറ്റു 52 ഡിവൈഡഡ് ബൈ 48 എന്നാവും. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആൻസർ നമുക്ക് കിട്ടും. നൗ ദാറ്റ് വിൽ ബി മോർ ആക്യുറേറ്റ്. കാരണം 48 സെന്റിമീറ്റർ ബാലൻസിംഗ് ലെങ്ത് എന്ന് പറയുമ്പോൾ നീഡിൽ ഇങ്ങനെ പോയി പതുക്കെയാണ് 0-യിലൂടെ അത് പാസ് ചെയ്ത് പോവാം. അപ്പൊ കറക്റ്റ് 0 എവിടെയാണെന്നുള്ള നമുക്ക് കിട്ടും. സോ അതിനാണ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്ന് പറയുന്നത്. ആൻഡ് ആർ സ്മോൾ ഉപയോഗിക്കാനുള്ള കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററിക്ക് കറണ്ട് ഇതിലൂടെ ഫ്ലോ ചെയ്യണം. അത്യാവശ്യം കറണ്ട് ഫ്ലോ ചെയ്താലേ ഗാൽവനോമീറ്ററിൽ വല്ലതും ഉണ്ടാവുള്ളൂ. നമ്മൾ വെരി ഹൈ റെസിസ്റ്റൻസ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ആകെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് നെഗ്ലിജിബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0-ന്റെ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ കിട്ടണമെങ്കിൽ ഇവിടെ ഹൈ കറണ്ട്, ഇപ്പുറത്തും ഹൈ കറണ്ട് കിട്ടണം. അല്ലാതെ 0 ഇവിടെ കുറച്ചിപ്പുറം ചെറുതായിട്ട് ഇങ്ങനെ നീങ്ങിയാൽ പോരാ. നമുക്ക് നല്ല കറണ്ട് ആദ്യവും നല്ല കറണ്ട് അവസാനവും വരണം. അത് വളരെ പതുക്കെ പോകണം. സോ വലിയ കറണ്ട് ഫ്ലോ ചെയ്യണമെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? സ്മോൾ ആയിരിക്കണം. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഗുഡ്. അടുത്ത ക്വസ്റ്റ്യൻ APMT 2004. കുറച്ച് പഴയ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണത്. ക്യാൻ യു സീ ദാറ്റ്?
ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആൻസർ ചെയ്യും. Five equal resistances, each of resistance capital R, are connected as shown in the figure. A battery of 4 volts is connected between A and B. The current flowing in AFCEB. Okay, AFCEB. Starting from AFCEB. Okay. Now, do you see a Wheatstone bridge? ഈ സാധനത്തെ നമുക്കൊരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആക്കി മാറ്റാം. വളരെ സിമ്പിൾ ആയിട്ട് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആക്കി മാറ്റാം. നൗ ഇതൊരു ട്രയാങ്കിൾ ആയിട്ടാണ് മെയിൻ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. ഈ ട്രയാങ്കിളിൽ ഇത് DCE, പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇതാ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ഭാഗമില്ലേ, ആ ഭാഗം നമ്മൾ പുറത്തേക്ക് തുറന്നു വെക്കുക. അങ്ങനെ പുറത്തേക്ക് തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ടെർമിനലാണ് എഫ്, ഇവിടുന്ന് ഇങ്ങോട്ട് എ. അതുപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്ന ബി എന്നത് അതും നമ്മൾ പുറത്തേക്ക് തുറന്നു വെക്കുക. ഇത് ടെർമിനൽ ഇ, ഇത് ബി. ഇപ്പൊ നിങ്ങൾക്ക് കൃത്യം സിമ്പിൾ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് അവിടെ കാണാൻ പറ്റും. നൗ അതിലെ റെസിസ്റ്റൻസ് വാല്യൂസ് എല്ലാം തന്നെ സെയിം ആണ്, എല്ലാം 6 തന്നെയാണ് റെസിസ്റ്റൻസ് വാല്യൂസ്. 6 6 6 6 6. നൗ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്ത പോയിന്റ്, ഈ കാണുന്ന റെസിസ്റ്ററിനെ നമുക്ക് അങ്ങ് ഒഴിവാക്കാം, കാരണം ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണ്. ഓക്കെ. നൗ ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം, വി ഹാവ് കണക്റ്റഡ് എ ബാറ്ററി ഓഫ് 4 വോൾട്ട് ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ എ ആൻഡ് ബി. ദാ ഇവിടെ ഒരു 4 വോൾട്ട്, ഇവിടെ നമ്മളൊരു 4 വോൾട്ട് സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. 4 വോൾട്ട് സെല്ല് കണക്ട് ചെയ്തിട്ട് ചോദിക്കുന്നത് AFCEB എന്ന് പറയുമ്പോൾ AFCEB ഇതിലെ കറണ്ട് ആണ് വേണ്ടത്. സോ അവിടെ ഉള്ള റെസിസ്റ്റൻസ് എത്രയാണ്? ഈ കാണുന്നത് പോയി കേട്ടോ, ഈ കാണുന്ന മിഡിലുള്ളത് പോയി. അവിടെ ഉള്ള റെസിസ്റ്റൻസ് കറണ്ട് ത്രൂ AFCEB എന്ന് പറയുമ്പോൾ 4 വോൾട്ട് 4V വോൾട്ട്സ് ആണ്. ഓക്കെ, 4V ഡിവൈഡഡ് ബൈ 4 വോൾട്ട് അല്ല 4V വോൾട്ട് ആണ്. സോ 4V ഡിവൈഡഡ് ബൈ ദ റെസിസ്റ്റൻസ് ഈസ് 2R. So the right answer is 2V by R. The correct answer is 2V by R. Right answer is option D. Answer കിട്ടിയിട്ടുണ്ടോ? Anyway, moving on to the next question. A bridge circuit is shown in figure. The equivalent resistance between A and B will be. So bridge ആണ്, അത് Wheatstone bridge ആണ്, balanced ആണോ എന്ന് ചെക്ക് ചെയ്യുക, then you will get the answer. A bridge circuit is shown in figure. The equivalent resistance between A and B. Now ഇവിടെയുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 ohm, 6 ohm, 4 ohm, 8 ohm. 3/6 എന്ന് പറയുന്നു, 4/8 എന്ന് പറയുന്നത്, 3/6 എന്ന് പറയുന്നു, 4/8 എന്ന് പറയുന്നതും ഈക്വൽ ആണ്. അതിൻ്റെ അർത്ഥം നമുക്ക് എന്ത് റിമൂവ് ചെയ്യാം? ഈ കാണുന്ന 7 ohm റെസിസ്റ്റൻസ് റിമൂവ് ചെയ്യാം. അങ്ങനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3, 4, 6, 8. സോ സീരീസ് ആയിട്ട് 7 താഴെ 14, ഇത് രണ്ടും പാരലൽ. സോ 7 into 14 divided by 7 plus 14. Now 7 plus 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ that is 21. So 21 7 കട്ട് ചെയ്താൽ it's 3. The right answer is 14/3 ohm. The correct answer is option D. Very good. Halima answer പറയുന്നു. Correct answer is option D. 14/3 ohm. Right answer is option D. Okay. So 2000 APMT 2000 കുറച്ചധികം പഴയ ക്വസ്റ്റ്യൻ ആണ്, ബട്ട് സ്റ്റിൽ റെലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോഴും APMT കാണാം. ഓക്കെ, 2020 ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, കുറച്ചും കൂടെ ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. ഒന്ന് നോക്കിയേ, നീറ്റ് സെപ്റ്റംബർ 2020 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്.
A resistance wire is connected in the left gap of a meter bridge. Balances a 10 ohm resistance in the right gap at a point which divides the bridge wire in the ratio 3:2. The length of the resistance wire is 1.5 meter, then the length of 1 ohm of the resistance wire is. കുറച്ചൊരു കൺഫ്യൂസിംഗ് ആണ്, മനസ്സിലാക്കാൻ കുറച്ചൊരു പ്രയാസമുള്ള ക്വസ്റ്റ്യൻ ആയിട്ടാണ് എനിക്ക് തോന്നിയത് അത്. സോ യു ക്യാൻ ടേക്ക് യുവർ ടൈം, അതൊന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ആൻസർ പറയൂ. Resistant wire is connected in the left gap of meter bridge and a 10 ohm resistance in the right gap. So, നമ്മുടെ ഒരു റെസിസ്റ്റൻസ് വയർ, ഒരു റെസിസ്റ്റൻസ് ഉള്ള വയറാണ് നമ്മൾ ഒരു ഗ്യാപ്പിൽ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് റെസിസ്റ്റൻസ് വയർ. ഓക്കെ, റൈറ്റ് ഗ്യാപ്പിൽ നമ്മളൊരു 10 ohm റെസിസ്റ്റൻസും കണക്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് എ പോയിന്റ്, ഓക്കെ, ജസ്ല ആൻസർ പറയുന്നു ഓപ്ഷൻ എ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സി. സോ at point which divides the bridge wire in the ratio 3:2. 3:2 ആയിട്ടാണ് അത് ബ്രിഡ്ജിനെ ഡിവൈഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഈ റെസിസ്റ്റൻസ് വാല്യൂസും 3:2 റേഷ്യോയിലായിരിക്കും. കാരണം R/3 is equal to 10/2. So that means R is equal to 30/2, which is 15 ohm. 15 ohm ആണ് അതിന്റെ റെസിസ്റ്റൻസ്. Now the length of the resistance wire is 1.5. ഈ റെസിസ്റ്റൻസ് വയറിന്റെ ലെങ്ത് 1.5 മീറ്റർ ആണ്. ഇർഫാൻ ആൻസർ പറയുന്നുണ്ട് ഓപ്ഷൻ എ. ഇറ്റ് സീംസ് ദ റൈറ്റ് ആൻസർ. നോക്കട്ടെ. സോ 1.5 മീറ്റർ ആണ്. Then the length of 1 ohm of the resistance wire is. So 15 ohmന് 1.5 മീറ്റർ. അങ്ങനെയാണെങ്കിൽ 1 ohm കിട്ടാൻ എന്ത് ചെയ്താൽ മതി? അതിനെ 15 1.5 divided by 15, which is 1/10 or 10 raised to -1 meter. Yeah, the correct answer is option A. Okay, the correct answer is option A. Moving on to the next question. So വീണ്ടും ഒരു മീറ്റർ ബ്രിഡ്ജ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പൊട്ടൻഷ്യോമീറ്ററിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് അതൊരു ഡെലീറ്റഡ് പോർഷൻ ആണ്. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആക്ച്വൽ നീറ്റ് എക്സാമിന് ഉണ്ടാവില്ല, നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എക്സ്പെരിമെന്റൽ സ്കിൽസ് എന്ന് പറയുന്ന ആ സെക്ഷനിൽ അടക്കം അവിടെയും പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടായിരുന്നു. കറന്റ് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിലും പൊട്ടൻഷ്യോമീറ്റർ ഉണ്ടായിരുന്നു. അത് രണ്ട് ഭാഗത്തും പൊട്ടൻഷ്യോമീറ്റർ ഡിലീറ്റ് ചെയ്ത് പോയിട്ടുണ്ട്. സോ നെക്സ്റ്റ് ഒരു മീറ്റർ ബ്രിഡ്ജ് റിലേറ്റഡ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ദ റെസിസ്റ്റൻസ് ഇൻ ദ ടു ആർംസ് ഓഫ് ദ മീറ്റർ ബ്രിഡ്ജ് ആർ 5 ohm and R ohm respectively. When the resistance capital R is shunted with an equal resistance, the new balance point is at 1.6 L1. The resistance capital R is. So ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു നോക്കിയിട്ട് ചെയ്തു തുടങ്ങിക്കോളൂ. നമ്മൾ അതിലുള്ള റെസിസ്റ്റൻസ് വാല്യൂസ് 5 ohm and R ആണ്. സോ 5/L1 അതാണ് ബാലൻസ് ലെങ്ത്. അപ്പുറത്തെ സൈഡിൽ R/100 - L1. ഇതൊരു റിസൾട്ട്. പിന്നെ പറഞ്ഞുള്ളത് റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഈസ് ഷണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ ഷണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷണ്ടിങ് റെസിസ്റ്റൻസ് എന്ന് നമ്മൾ ഷണ്ട് റെസിസ്റ്റൻസ് എന്നൊക്കെ പറയാറുള്ളത് മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്ററിന്റെ കൂടെ നമ്മൾ ഗാൽവനോമീറ്ററിനെ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഷണ്ട് റെസിസ്റ്റൻസ് കൊടുക്കാറുണ്ട്. ഷണ്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ് സിംപ്ലി മീൻസ് കണക്ടിങ് പാരലൽ. സോ വെൻ ദ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ ഈസ് ഷണ്ടഡ് വിത്ത് ആൻ ഈക്വൽ റെസിസ്റ്റൻസ്, അപ്പൊ ഇവിടെ നമ്മൾ ഒരു റെസിസ്റ്ററും കൂടെ കണക്ട് ചെയ്യുന്നു ക്യാപിറ്റൽ ആർ പാരലൽ ആയിട്ട്. അപ്പൊ ഈ എഫക്റ്റീവ് എന്ന് പറയുന്നത് R/2 ആവും. ആൻഡ് ദ ബാലൻസ് പോയിന്റ് ഈസ് 1.6 L1. ദാറ്റ് മീൻസ് 5/1.6 L1 ഈസ് ഈക്വൽ ടു പാരലൽ ആയി കണക്ട് ചെയ്ത R/2 ഡിവൈഡഡ് ബൈ 100 - 1.6 L1. അങ്ങനെയാണെങ്കിൽ ദ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ആർ, ഇവിടെ നമുക്ക് ക്യാപിറ്റൽ ആർ റെസിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ നമുക്ക് ചെയ്യാവുന്ന കാര്യം ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് L1 കണ്ടുപിടിക്കുക. ആൻസർ കിട്ടിയോ? ബി എന്ന ആൻസർ പറയുന്നുണ്ട്. ലെറ്റ്സ് സി. ഈ കാണുന്ന ഇക്വേഷനിൽ നിന്ന് നമുക്ക് L1 ഇൻ ടേംസ് ഓഫ് R and 5 കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 100 - L1/L1 is equal to R/5. So this is 100/L1 - 1 is equal to R/5. That means 100/L1 is equal to 1 plus R/5, which is 5 plus R/5. L1 is equal to 500 divided by
5 plus R. L1 കിട്ടി. അത് നമ്മൾ ദാ ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അവിടെ നമുക്ക് R കിട്ടും. സോ let me add a new page. 5 by 1.6 L1 is equal to അപ്പുറത്തെ സൈഡിൽ R by 2 into 100 minus 1.6 L1. So L1 in the സ്ഥാനത്ത് നമുക്ക് 500 divided by 5 plus R എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. R is equal to 5 into 2, which is 10, into 100 minus 1.6 L1 divided by 1.6 L1. So ഇത് സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 100 divided by 1.6 L1 minus 1 എന്ന് കിട്ടും. So this is 10 into 100 divided by 1.6 into what is L1? L1 is 500 by 5 plus R minus 1. So R is equal to, ഇവിടെ 500ഉം 100ഉം കൂടെ കട്ട് ചെയ്യാം, 5 plus 10 into 5 plus R divided by 1.6 minus 1. So R is equal to, but R by 10 is equal to 5 plus R. 1.6 എന്ന് പറയുന്നത് 8 by 5 ആണ്, minus 1. So calculation കുറച്ച് ലെങ്തി ആയിട്ട് പോയിട്ടുണ്ട്. 5 into 5 plus R divided by 8 minus 1. So R by 10 is equal to 25 plus 5R minus 8 whole divided by 8. Okay, so this is R is equal to 10 into 25 minus 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 plus 5R divided by 8. So R is equal to 17 by 8 minus plus 5R by 8. ഇത് ലെഫ്റ്റ് സൈഡിൽ എടുത്തു കഴിഞ്ഞാൽ R minus 5R by 8 is equal to 17 by 8. 8R minus 5R, which is 3R by 8, is equal to 17 by 8. Somewhere I made a mistake. I think R is equal to 17 by 3 എന്നാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. ഓക്കെ, സോ ന്യൂമറിക്കൽ ആയിട്ടുള്ള എവിടെയോ ഒരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോ ഈ രീതിയിലാണ് ഇത് വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. We move on to the next question. Okay, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഐ തിങ്ക് ദിസ് ഇസ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ 8 o'clock ആകുമ്പോഴേക്ക് വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദ റീഡിംഗ് ഓഫ് എൻ ഐഡിയൽ വോൾട്ട്മീറ്റർ ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഈസ്. സോ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ദ റീഡിംഗ് ഓഫ് എൻ ഐഡിയൽ വോൾട്ട്മീറ്റർ ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഈസ്. ഈ സർക്യൂട്ടിലെ ഐഡിയൽ വോൾട്ട്മീറ്ററിന്റെ റീഡിംഗ്. സോ ഇതും ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഫിഗർ ആണ്. ഇതും ഒരു വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജിന്റെ ഫിഗർ ആണ്. സോ ഇതിൽ എങ്ങനെയാണ് ആ വോൾട്ട് മീറ്ററിന്റെ റീഡിങ് നമ്മൾ കണ്ടുപിടിക്കാം? ഇതൊരു ബാലൻസ്ഡ് വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് ആണോ? അല്ല, 20/30 അതേപോലെ തന്നെ 30/20 ആണ്. ഓക്കെ, സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് ഈക്വൽ അല്ല, അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് ബാലൻസ്ഡ്. ബാലൻസ്ഡ് അല്ല എന്ന് കാണുമ്പോൾ നമുക്ക് അത് കിർച്ചോഫ് റൂൾ വേണമോ എന്ന് തോന്നിയേക്കാം. ബട്ട് ഇവിടെ ആക്ച്വലി കിർച്ചോഫ് റൂളിന്റെ ആവശ്യമില്ല. കാരണം വോൾട്ട് മീറ്റർ ഐഡിയൽ ആണെന്ന് പറഞ്ഞാൽ ദർ ഇസ് നോ കറണ്ട് പാസിംഗ് ത്രൂ ഇറ്റ്. വോൾട്ട് മീറ്റർ ഐഡിയൽ ആണെന്ന് പറഞ്ഞാൽ അതിലൂടെ കറണ്ട് ഫ്ലോ ഇല്ല. സോ അപ്പൊ അവിടെ എങ്ങനെയാ പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 20 ohm, ഇത് 30 ohm, ഇത് 30 ohm, ഇത് 20 ohm. ഇവിടെയാണ് നമ്മൾ വോൾട്ട് മീറ്റർ കണക്ട് ചെയ്തിട്ടുള്ളത്, വിച്ച് ഈസ് 2 volt. അങ്ങനെ കണക്ട് ചെയ്തിട്ട് ഇതിലൂടെയുള്ള രണ്ടിലുള്ള കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് 20-30 ആകുമ്പോൾ 50 ആണ്,
So the current passing through it, ഇതിൽ രണ്ടിലും ഫ്ലോ ചെയ്യുന്ന കറണ്ട് I is equal to 2 volt divided by 50. ഇതിലും അതേ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുക. Now ഇത് ഉപയോഗിച്ച് നമുക്ക് വേണ്ടത് വോൾട്ട്മീറ്റർ റീഡിംഗ് ആണ്. വോൾട്ട്മീറ്റർ റീഡ് ചെയ്യുന്നത് ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. സോ ലെറ്റ്സ് നെയിം ദീസ് ടു. ഇത് എ എന്നും ഇത് ബി എന്നും ഇത് സി എന്നും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ VA minus VB is equal to the potential difference between A and B. അവിടുത്തെ current 2/50 into resistance 20, which is 4/5. അല്ലേ, 4 divided by 5. അതേപോലെ തന്നെ താഴെ VA minus VC ചെയ്ത് കഴിഞ്ഞാൽ അവിടെ current 2/50 into resistance 30, which is 6/5. This is 0.8 and this is 1.2. Okay. Now ഇനി നമുക്ക് വേണ്ടത് VB minus VC എന്ന് പറയുന്നത് ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് വേണ്ടത്. അതിന് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതി, ഇവിടുന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുക. സോ VC minus VB, സോറി ഇവിടുന്ന് അങ്ങോട്ട് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ VB minus VB വരും. സോ VB minus VC is equal to 1.2 minus 0.8, which gives the answer 0.4. So the right answer is option D, 0.4 volt ആണത്. സോ ബാലൻസ്ഡ് അല്ല എന്ന് തോന്നുമെങ്കിലും അവിടെ നടുക്ക് കിടക്കുന്ന വോൾട്ട് മീറ്റർ ആയതുകൊണ്ട് നീറ്റ് 2019 ക്വസ്റ്റ്യൻ ആണ്. സോ നടുക്ക് കിടക്കുന്ന വോൾട്ട് മീറ്റർ ആയതുകൊണ്ട് അതിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാവില്ല. ഓക്കെ, ആ കൺസെപ്റ്റ് ആണ് നമ്മൾ ഉപയോഗപ്പെടുന്നത്. അപ്പോൾ ഇതുവരെ ഇപ്പൊ നിങ്ങൾ പ്രീവിയസ് ഇയർ നീറ്റിന്റെ ഏത് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, കിർച്ചോഫ് റൂൾസ് ആക്ച്വലി അപ്ലൈ ചെയ്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്ന് വിചാരിച്ച് കിർച്ചോഫ് റൂൾസ് സോൾവ് ചെയ്യാൻ അല്ലെങ്കിൽ കിർച്ചോഫ് റൂൾസിന്റെ ലൂപ്പ് റൂൾ ഒക്കെ അപ്ലൈ ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കണം. കാരണം അത് ഡയറക്റ്റ് അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സോ ഡോണ്ട് വറി അബൌട്ട് കിർച്ചോഫ് റൂൾസ്. കിർച്ചോഫ് റൂൾസ് അപ്ലൈ ചെയ്ത് സമയത്തിന്റെ ഉള്ളിൽ ചെയ്താൻ പറ്റുമോ, അല്ലെങ്കിൽ അൺബാലൻസ്ഡ് വിറ്റ്സ്റ്റോൺ ബ്രിഡ്ജ് വന്നാൽ എന്ത് ചെയ്യും എന്നുള്ള ക്വസ്റ്റ്യൻസിന് അല്ലെങ്കിൽ എന്നുള്ള കാര്യങ്ങളെ പറ്റി നിങ്ങൾ കൂടുതൽ വറി ചെയ്യേണ്ടതില്ല. പകരം കൃത്യമായിട്ടുള്ള പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പഠിക്കുക. കിർച്ചോഫ് റൂൾസ് സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം, ബട്ട് ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ഇറ്റ്. ഓക്കെ, സോ സമയമുള്ളത് കൊണ്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്യാണ്. സോ എനിക്ക് എവിടെയോ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. സോ ഈ ക്വസ്റ്റ്യൻ ഞാൻ ഒന്നും കൂടെ വർക്ക്ഔട്ട് ചെയ്യാണ്. നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് 5 R ദ റെസിസ്റ്റൻസ്. ഓക്കെ, ദിസ് ഈസ് 5/L1 ഈസ് ഈക്വൽ ടു R by 100 minus L1. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കേസിൽ 5/1.6 L1 ഈസ് ഈക്വൽ ടു R by 100 minus, sorry R അല്ല, R/2 divided by 100 minus 1.6 L1. ഓക്കെ, സോ R/2 ആയതുകൊണ്ട് ഈ കാണുന്നതിനെ ഞാൻ ഇങ്ങനെ എഴുതുന്നു, R/2 into 100 minus 1.6 L. നേരത്തെ ഞാൻ L1 എടുത്തിട്ട് മറ്റേൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് ചെയ്തത്. ആ മെത്തേഡ് ഞാൻ ഒഴിവാക്കി. L1 കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്താം. ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ 5/L1 5/L1 ക്യാൻസൽ ചെയ്ത് ഡിനോമിനേറ്ററിലുള്ള 1.6 മുകളിൽ വരും. 6 കട്ടാകും. ബാക്കിയുള്ളത് ന്യൂമറേറ്ററിൽ 2 into 100 minus 1.6 L1 divided by 100 minus L1. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റെസിസ്റ്റൻസ് കിട്ടും. സോറി, റെസിസ്റ്റൻസ് അല്ല, L1. സോ 1.6 into 100 minus L1 is equal to 200 minus 2 ഞാൻ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 3.2 L1. So 160 minus 1.6 L1 is 200 minus 3.2 L1. So 160 നമ്മൾ റൈറ്റ് സൈഡിലേക്കും 3.2 L1 ലെഫ്റ്റിലേക്ക് കൊടുത്താൽ 1.6 L1 is equal to 40. L1 is equal to 40 divided by 1.6 എന്ന് പറഞ്ഞാൽ 400 divided by 16. 4 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 വരും, which is equal to 25. So L1 25 ആണെന്ന് കിട്ടും. L1 is equal to 25. Now ഇനി നമ്മുടെ ഒറിജിനൽ ഇക്വേഷനിൽ, അതായത് 5/L1 is equal to R by 100 minus L1 എന്നതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 5 into 100 minus L1 divided by L1 is equal to R. R is equal to 5 into 100 minus 25, which is 75,
divided by 25. ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ you get 3 which is equal to 15. Okay. സോ കാൽക്കുലേഷൻ കുറച്ചുണ്ട്, ബട്ട് നേരത്തെ ഞാൻ അപ്രോച്ച് ചെയ്ത മെത്തേഡ് റോങ് ആയതുകൊണ്ടാണ് ഒരുപാട് കാൽക്കുലേഷൻസ് വന്നതും അതിൻ്റെ ഇടയിൽ എവിടെയോ കാൽക്കുലേഷൻ്റെ എററും കൂടെ സംഭവിച്ചു. സോ അതുകൊണ്ടാണ് റോങ് ആൻസർ വന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് 15 ohm. ഓക്കെ, നൗ ഏതായാലും ഇങ്ങനെ ഒരു റോങ് ആൻസർ വന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. നൗ നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് എക്സാമിന് ഇപ്പോൾ നീറ്റ് എക്സാം ആവട്ടെ, ജെഇ ആണെങ്കിൽ കുറച്ചും കൂടെ സമയം ഉണ്ടാവും. നീറ്റ് എക്സാമിൻ്റെ കേസിൽ ഒരു ക്വസ്റ്റ്യൻ 1 മിനിറ്റ് എന്നുള്ളതാണ് ടൈം. സോ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാൻ പല മെത്തേഡുകൾ ഉണ്ടാവും. നമുക്ക് എപ്പോഴും ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ ചെയ്യുക എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്, നമ്മുടെ ആവശ്യം അതാണ്. എപ്പോഴും ഏറ്റവും ഈസി ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡിൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. നൗ ഈ ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് ഏതാണ് എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. നൗ അത് ഐഡന്റിഫൈ ചെയ്യാൻ പ്രത്യേകിച്ച് മാർഗങ്ങൾ ഒന്നുമില്ല. പകരം നമുക്ക് ചെയ്യാവുന്ന കാര്യം, നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തന്നെ ആയിരിക്കാം ഫാസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് വിചാരിച്ച് നേരത്തെ സംഭവിച്ച പോലെ ഈ ക്വസ്റ്റ്യൻ ഞാൻ മുന്നേ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ബട്ട് ആ ഒരു മൊമെന്റിൽ എനിക്ക് തോന്നിയത് മറ്റൊരു രീതിയിൽ വർക്കൗട്ട് ചെയ്യാനാണ്, വിച്ച് ഡിഡ്ന്റ് വർക്ക് ഔട്ട്. ഓക്കെ, സോ പരമാവധി ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക എന്നതാണ് നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ് തന്നെ ഫാസ്റ്റ് ആകാൻ ഒരു സാധ്യത, അല്ലെങ്കിൽ അത് സാധ്യത കൂട്ടാൻ നമുക്ക് ചെയ്യാവുന്ന കാര്യം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇതോടെ നമ്മൾ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്റർ, ദാറ്റ്സ് ഇറ്റ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ് ഇലക്ട്രിക് കറണ്ടിന്റെ ഡെഫിനിഷൻ മുതൽ ഫൈനലി പൊട്ടൻഷ്യോമീറ്റർ ഒഴിവാക്കി മീറ്റർ ബ്രിഡ്ജിലും അതിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും, ഇതെല്ലാം നമ്മൾ ഈ വർക്ക്ഔട്ട് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് കൃത്യമായ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. സോ ഫോക്കസ്ഡ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ, NCERTയിലുള്ള എല്ലാ ടോപ്പിക്കുകളും കൃത്യമായി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നീറ്റിൽ നല്ലൊരു സ്കോർ അറ്റൈൻ ചെയ്യാൻ സാധിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ +2ന്റെ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ +2 ബോർഡ് എക്സാമിന്റെ കൂടെ എൻട്രൻസിനും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നുണ്ട് എങ്കിൽ, നീറ്റ് ആസ്പിരന്റ് ആണ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് യൂണിവേഴ്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എൻട്രൻസ് ഓറിയന്റഡ് റിവിഷൻ ക്ലാസ്സസ് ഫോളോ ചെയ്യുക. ഈ ഇൻഫർമേഷൻ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. സോ ആർക്കൊക്കെ ആണെങ്കിലും ബെനിഫിറ്റ് ആകുന്ന ഒരു കാര്യം നിങ്ങൾ ഇൻഫർമേഷൻ പാസ് ചെയ്യുക. കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഈ കോഴ്സിൽ 90 days കൊണ്ട് നമ്മൾ +1 +2 ടോപ്പിക്സിന്റെ എൻട്രൻസ് ഓറിയന്റഡ് റിവിഷൻ നിങ്ങൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റും. അതിന്റെ കൂടെ തന്നെ ബോർഡ് എക്സാം സമയത്ത് നമ്മുടെ ലൈവ് ക്ലാസ്സസും ബോർഡ് എക്സാം റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാകും. ലാബ് എക്സാമിന്റെ അസിസ്റ്റൻസ് ഉണ്ടാവും. ഫൈനലി ഏപ്രിൽ സമയത്ത് ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ട് എഴുതാനുള്ള അവസരമുണ്ട്. വീക്ക്ലി യൂണിറ്റ് ടെസ്റ്റ്, നാളെ യൂണിറ്റ് ടെസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങൾക്ക് യൂണിറ്റ് ടെസ്റ്റ് എഴുതാം. യൂണിവേഴ്സൽ എക്സാംസ് ആപ്പിലാണ് ടെസ്റ്റ് എഴുതേണ്ടത്. അതിന്റെ യൂസർ ID പാസ്വേഡുകൾ നിങ്ങൾക്ക് ഓൾറെഡി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. ഇല്ലെങ്കിൽ യൂണിവേഴ്സലിലെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. യൂണിവേഴ്സലിലെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അതുമായിട്ടുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. സോ അത്രയും പറഞ്ഞുകൊണ്ട് കറന്റ് ഇലക്ട്രിസിറ്റി ചാപ്റ്ററിന്റെ റിവിഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ഇഫ് യു ഹാവ് എനി മോർ ക്വസ്റ്റ്യൻസ് യു ക്യാൻ കോൺടാക്ട് ഇൻ ദ വാട്സാപ്പ്. താങ്ക് യു.